നമുക്ക് പഴം വെച്ചിട്ട് ഒരു കിടില സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അതിന് ഞാനിതാ ഒരു ചട്ടിക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം പഴുത്തത് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 തേങ്ങ ചിരകിയത്, പിന്നെ ഇതാ 2 അച്ച് ശർക്കര ഞാൻ പാനിയാക്കിയതാണ് കേട്ടോ. അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ചേച്ച് വെള്ളം ഒഴിച്ചിട്ടത് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇതാ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ മാവുണ്ടാവാൻ. ഇതാ അങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ ഷേപ്പിന് ഒരു വാഴയുടെ ഇല കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക. തൂവി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ഈ മാവ് ഒഴിച്ച് കൊടുക്കുക. തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിക്കാം. നമ്മുടെ സ്നാക്സ് തയ്യാറായിട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്